എല്ലാവർക്കും മന്ത്രകോടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നവഗ്രഹ ക്ഷേത്രത്തിലേക്ക് ഒരു തീർത്ഥയാത്രയാകാം. ജ്യോതിഷപ്രകാരം ഓരോ ദശാകാലത്തും ജാതകദോഷങ്ങളും ഗ്രഹപ്പിഴകളും മാറിക്കിട്ടുന്നതിന് വേണ്ടി ജന്മനക്ഷത്രങ്ങളുടെ ദോഷപരിഹാരമായി അതിൻ പ്രകാരമുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ടതാണ്. അങ്ങനെയുള്ള നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ പ്രസിദ്ധമാണ്. ഓരോ ഗ്രഹത്തിനും ഓരോ മഹാക്ഷേത്രങ്ങൾ. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് കൊണ്ട് ജന്മനക്ഷത്ര ദോഷങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നു. ആടുതുറയിലെ സൂര്യക്ഷേത്രം, തിരുവയ്യാറിലെ ചന്ദ്രക്ഷേത്രം, നാഗപട്ടണത്തെ വൈദ്യേശ്വരൻ കോവിലെന്ന ചൊവ്വാക്ഷേത്രം, തിരുവൻകാട് ബുധക്ഷേത്രം, ആലങ്കുടിയിലെ വ്യാഴക്ഷേത്രം, കഞ്ചന്നൂരിലെ ശുക്രക്ഷേത്രം, തിരുനെല്ലിലെ ശനിക്ഷേത്രം, തിരുനാഗരത്തെ രാഹുക്ഷേത്രം, പൂമ്പുകാറിലെ കേതുക്ഷേത്രം എന്നിവയാണ് നവഗ്രഹ ക്ഷേത്രങ്ങൾ. ജനന സമയത്തെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നില കണക്കാക്കിയാണ് ഓരോരുത്തരുടെയും ദശാസന്ധി കണക്കാക്കുന്നത്. സൂര്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം, ചൊവ്വാദശ 7 വർഷം, ബുധദശ 17 വർഷം, വ്യാഴദശ 16 വർഷം, ശുക്രദശ 20 വർഷം, ശനിദശ 19 വർഷം, രാഹുദശ 18 വർഷം, കേതുദശ 7 വർഷവും എന്ന കണക്കിൽ കലിയുഗ കാലത്ത് 120 വയസ്സാണ് പുരുഷായുസ് കണക്കാക്കിയിരിക്കുന്നത്. നവഗ്രഹ ക്ഷേത്രങ്ങളുടെ എന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾക്ക് തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ആടുതുറയിലെ സൂര്യക്ഷേത്രത്തിലേക്ക് തന്നെ പോകാം. തമിഴ്നാട്ടിലെ തിരുമംഗലംകുടിയിലെ ആടുതുറയിലാണ് ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ സൂര്യനാർ കോവിൽ എന്ന പേരിൽ പ്രസിദ്ധമായ സൂര്യക്ഷേത്രം. വേദകാലം മുതൽ ഇവിടെ സൂര്യാരാധന നിലനിന്നിരുന്നു. അഗസ്ത്യമുനി ഉപദേശിച്ച വണ്ണം ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചാണല്ലോ ശ്രീരാമൻ രാവണവധം നടത്തിയത്. ദ്രൗപദിക്ക് സൂര്യദേവനാണല്ലോ അക്ഷയപാത്രം നൽകിയത്. രാമായണ കാലത്തും മഹാഭാരത കാലത്തും സൂര്യാരാധന നിലനിന്നിരുന്നു. സൂര്യപ്രീതി ഉണ്ടായാൽ ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും കൂടുമെന്നാണ് വിശ്വാസം. 7 കുതിരകൾ വലിക്കുന്ന രഥത്തിൽ മേരുപർവ്വതത്തെ ചുറ്റുന്ന ദേവനായി സൂര്യനെ കണക്കാക്കുന്നു. കാവേരി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര പരിസരം പണ്ടുകാലത്ത് എരിക്കിൻ കാടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ വലതുവശത്തുള്ള ചെടികളുടെ കൂട്ടത്തിൽ ധാരാളം എരിക്കിൻ ചെടികൾ ഇപ്പോഴുമുണ്ട്. വെള്ളരിക്കിൻ തടിയിൽ തീർത്ത ദേവവിഗ്രഹങ്ങൾ ഇവിടുത്തെ കടകളിൽ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്നു. ഇതിന് അടുത്ത് തന്നെയാണ് പുരാതനമായ മംഗളാംബിക ക്ഷേത്രം. തിരുമംഗലംകുടി പ്രകൃതി മനോഹരമാണ്. ഇവിടെ പോയിട്ടുള്ളവർക്ക് ഇവിടുത്തെ ഗ്രാമഭംഗി മറക്കാൻ കഴിയില്ല. ഓലമേഞ്ഞ കുടിലുകളും അവയിലെ കല്ലൻമുള കൊണ്ട് തീർത്ത തടികളും മുള്ളുവേലികളും കേരളീയ ഗ്രാമങ്ങളെ ഓർമ്മിപ്പിക്കുന്ന മനോഹര ദൃശ്യം തന്നെയാണ്. പ്രധാന ക്ഷേത്രത്തിന് പുറത്ത് വടക്കുവശത്തായി കുളം, സൂര്യപുഷ്കരണി തീർത്ഥം. ക്ഷേത്രത്തിന് മുന്നിലായി ധ്വജം. ധ്വജത്തിന് മുന്നിൽ ബലിക്കല്ലുണ്ട്. അതിനടുത്ത പീഠത്തിൽ കുതിരപ്രതിഷ്ഠ. ഉയരത്തിലുള്ള ഈ ബിംബം ദേവൻ്റെ വാഹനമാണ്. അകത്ത് കന്നിമൂലയിൽ ഗണപതി, കോൾ തീർത്ത വിനായകൻ. കോളെന്നാൽ ഗ്രഹമെന്നർത്ഥം. നവഗ്രഹങ്ങളുടെ ദോഷമകറ്റിയ വിനായകനെന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നത് തന്നെ. ശ്രീകോവിലിൽ കാശീനാഥനും വിശാലാക്ഷിയുമുണ്ട്. തൊട്ടടുത്താണ് സൂര്യസന്നതി. സൂര്യദേവനും
ഇടതുവശത്തായി ഉഷാദേവിയും വലതുവശത്ത് പ്രത്യുഷാദേവി എന്ന ഛായാദേവിയും നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠ. നവഗ്രഹങ്ങൾക്ക് പ്രത്യേക ഇരിപ്പിടങ്ങളുണ്ട്. സൂര്യഭഗവാനെ ആദ്യം തൊഴുത ശേഷം ഗുരു, ശനീശ്വരൻ, ബുധൻ, ചൊവ്വ, ചന്ദ്രൻ, കേതു, ശുക്രൻ, രാഹു എന്നീ ദേവന്മാരെ യഥാക്രമം വന്ദിച്ച ശേഷം ശ്രീകോവിലിൻ്റെ വടക്കുഭാഗത്തുള്ള തേജസ് ചണ്ഡിദേവനെയും വണങ്ങണം. നവഗ്രഹങ്ങൾക്ക് ഒരു ശാപമുണ്ടായി. അത് ബ്രഹ്മാവിൻ്റെ ശാപമാണ്. ആ ശാപമോചനത്തിനായി നവഗ്രഹങ്ങൾ ഈ എരിക്കിൻകാട്ടിൽ വന്നിരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. തപസ്സിനിടയിൽ അഗസ്ത്യ മഹർഷിയെ കാണാനിടവരികയും ഈ പ്രദേശത്തിൻ്റെ വടക്ക് കിഴക്കേ ഭാഗങ്ങളിലായി 9 തീർത്ഥ കുളങ്ങളുണ്ടെന്നും അവ ഓരോ സ്നാനത്തിനായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അഗസ്ത്യ മഹർഷി പറഞ്ഞതുപോലെ ചെയ്തിട്ട് മംഗളാദേവി സമേതനായ ഭഗവാനെയും വണങ്ങി പുണ്യം നേടി. അങ്ങനെ ഇവിടെ നവഗ്രഹ സാന്നിധ്യം ഉണ്ടായി. കാലപമുനിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നവഗ്രഹ ക്ഷേത്രം ഇവിടെ ഉണ്ടായി എന്നും ഐതിഹ്യമുണ്ട്. രാവിലെ 6:30 മുതൽ 12 വരെയും വൈകുന്നേരങ്ങളിൽ 4 മുതൽ 8 വരെയും ദർശന സമയം ഒരുക്കിയിട്ടുണ്ട്. ഞായർ 5:30 മുതൽ 1:30 വരെയും 3:30 മുതൽ 8:30 വരെയും ദർശനത്തിന് സൗകര്യമുണ്ട്. സൂര്യദശ 6 വർഷമാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അനുഗ്രഹപ്രദമാണ്. നവഗ്രഹ ഹോമവും നവഗ്രഹാഭിഷേകവും പ്രധാന വഴിപാടുകൾ. സന്താന സൗഭാഗ്യത്തിനായി ചുവന്ന പട്ടിൽ നാണയവും പഴവും പൊതിഞ്ഞ് കെട്ടി എരിക്കിൻ ചെടിയുടെ കൊമ്പിൽ തൂക്കിയിടുന്നു. അതുപോലെ തന്നെ മംഗല്യഭാഗ്യത്തിനായി താലിച്ചരടും കെട്ടിയിടാറുണ്ട്. ആവണി ഞായറും കാർത്തിക ഞായറും വിശേഷപ്പെട്ടതാണ്. തൈമാസ പൊങ്കലും അഷ്ടമതീർത്ഥവരിയും ഉത്സവങ്ങൾ. 10 ദിവസത്തെ ഗംഭീര ഉത്സവം. 2ാമത്തെ ഞായറാഴ്ച ചന്ദനമുഴുക്കാപ്പുണ്ട്. എല്ലാ ദിവസവും വീതിയിൽ രഥം ഉരുളും. ഇവിടെ എത്തിച്ചേരാൻ തിരുവനന്തപുരം ചെന്നൈ ട്രെയിൻ വഴി തിരുച്ചിറപ്പള്ളി തഞ്ചാവൂർ വഴി കുംഭകോണത്തെ എത്തുക. അവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് 15 കിലോമീറ്റർ. ആടുതുറൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ. അടുത്ത വീഡിയോയിൽ മറ്റൊരു ചന്ദ്രക്ഷേത്ര വിശേഷവുമായി എത്താം.